അങ്ങനെ ഒരിക്കലും ഒരു പിന്നെ പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് പറഞ്ഞ് പിന്നെ നാളൊരു വർക്കുണ്ട്, അതായത് അഭിഭാഷകന്റെ ഡയറി കുറിപ്പ്. അതാണ് ഫസ്റ്റ് മൂവി. അതാണ് ഫസ്റ്റ് അഭിഭാഷകന്റെ ഡയറി. കേമതു ഡയറക്ടർ ആയിരുന്നു. പിന്നെ നമ്മുടെ എസ്.എൻ. സ്വാമി സ്ക്രിപ്റ്റ്. അപ്പം അതിൻ്റെ നല്ല ഭയങ്കര രസത്തിൻ്റെ കാര്യം. കാരണം എന്താ വെച്ചാൽ എന്നെ പെട്ടെന്ന് പറയാണ്, പെട്ടെന്ന് ഇവിടെ വെസ്റ്റേലെത്തണം അവിടെ. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നമ്മളങ്ങനെ പോകുന്നു, അന്വേഷിച്ച് വേറെ എന്തോ സാധനം വാങ്ങാൻ പോയ പോക്കാണെന്ന് തോന്നുന്നുണ്ട് പോയത്. ആ പോക്ക് നേരെ അങ്ങോട്ട് പോയി, അവിടെ പോയി. നാടകത്തിന് ആക്ടിങ് തന്നെയാണല്ലോ, അതിനോട് താല്പര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അത് നമ്മൾ ഡെയിലി സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല, അപ്പം അതിലെന്തായാലും അതിൻ്റെ ഒരു അതെ. അപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞ പിന്നെ എന്നെ കൊണ്ടുവന്ന് മമ്മൂട്ടിന് മുമ്പിനെ കൊണ്ട് കാണിച്ച്, ഇയാളാണ് ആ റോൾ ചെയ്യാൻ പോകുന്നത്, മതി എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സ് ഇടണം. അപ്പം പിന്നെ ഒരു കള്ളസാക്ഷി പറയുന്നതാണ് സീന. അപ്പോൾ ഡ്രസ്സ് ഇടാൻ എൻ്റെ ഡ്രസ്സൊന്നുമില്ല, പെട്ടെന്ന് ഓടി വന്നല്ല. ഇവർ ഡ്രസ്സിന് വേണ്ടി അങ്ങോട്ട് വിടുന്നു. അവസാനം അവിടെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കക്ഷിയുണ്ട്, ഇതൊക്കെ തെച്ചിങ്ങാണ്ട് ഇതാക്കണം. അവൻ്റെ അടുത്ത് ഷർട്ട് പിടിച്ച് വാങ്ങി അത് ഇടിച്ച് വയർപ്പ് അനുസരിച്ചിട്ട് ഇരിക്കാനും നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അടുത്തുള്ള നമുക്ക് എങ്ങനെ നിൽക്കുന്നു ഞാൻ പേടിച്ചാണ്. പക്ഷെ ഷർട്ട് അതൊക്കെ വാങ്ങി വാരി വലിച്ചിട്ട് കണ്ട് നേരെ നമുക്കൊരു തൊന്നൂടെ കൊണ്ട് അങ്ങനെയാണ് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. ആദ്യത്തെ ഡയലോഗും തെറ്റിയെങ്കിലും പിന്നെ അങ്ങനെ അങ്ങോട്ടൊക്കെ ശരിയായി. അതാണ് ഇതിന്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ സത്യനന്ദിക്കാടിന്റെ പിന്നെ എന്നും നന്മകൾ എന്ന് പറഞ്ഞ പടമുണ്ട്. എന്നും നന്മകൾ, അത് ഡയറക്ഷൻ സത്യേട്ടൻ, പിന്നെ സ്ക്രിപ്റ്റ് മറ്റേ ശ്രീനിവാസേട്ടൻ. ജയറാമൊക്കെ വരുന്ന ടൈമാണ്. ജയറാമ രണ്ടാമത്തെ മൂന്നാമത്തെ പടട്ടാണ്. അപ്പം പിന്നെ അതിലൊരു കണ്ടക്ടറായിട്ട് ആ സമയത്ത് അതുണ്ട്. അത് ഇതാണ് ആദ്യം റിലീസായത്. മറ്റേത് അതിനാദ്യം പറഞ്ഞ മാതിരി നമ്മൾ പിന്നെ കണ്ടക്ടറാണ്. അപ്പം ഒരു ബസ് KTC അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പം KTC ബസ്സാണ്. അപ്പോൾ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബാഗ് നിന്ന് വിസിൽ നിന്ന് അതൊക്കെ ഞാൻ കണ്ടക്ടറാണ്. അപ്പോൾ വെറുതെ ഒന്ന് വിസിലെടുത്ത് വിളിച്ചു ചെയ്തതാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ക്യാബിൽ വരെ എല്ലാവരും കൂടി വീഴാൻ വേണ്ടി പോയാ, എന്താണ് നിങ്ങൾ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അല്ല വിസിൽ അടിക്കുന്നുണ്ടോ നോക്കിയതാണ്. ഫസ്റ്റ് സിനിമയിൽ തന്നെ മമ്മൂക്കയായിട്ട് ഉള്ള ഒരു ഇന്ററാക്ഷൻ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, ഡയലോഗ് പറയുന്നതിന് മുമ്പ് തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് മമ്മൂക്കൻ്റെ മുമ്പിലാണ്. മമ്മൂക്ക നോക്കിയാൽ മമ്മൂക്കയുടെ മുമ്പിലാണ്. പിന്നെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ ഇടിച്ച് രണ്ടാമത് ഒന്നുകൂടി മമ്മൂക്കൻ്റെ എടുത്തുകൊണ്ട് അപ്പോൾ ഓക്കെ ഇയാൾ മതി എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഷൂട്ടിങ് തുടങ്ങുന്നു. ആദ്യം അവരവരെ കുറേ സീൻസുകളൊക്കെ എടുത്ത് വരുന്നത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ കൂട്ടിനകത്ത് കയറി. എനിക്ക് അതിനകത്ത് ഒരു കള്ളസാക്ഷി പറയുന്നതാണ് ആ വേഷം. അപ്പം എന്നോട് കൂട്ടിൽ നിർത്തിയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനുള്ള ഉത്തരങ്ങളെ ഞാൻ പറയുന്നത്. ആദ്യത്തെ ഡയലോഗ് ഒന്ന് തെറ്റി, രണ്ടാമത്തെ ഡയലോഗ് ഒന്നും ഉടക്കി. അപ്പം ഞാൻ പറഞ്ഞു നമുക്കത് അടുത്തതിന് റെഡിയാണ് ഷോ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രൊഡ്യൂസർ പറയുന്നുണ്ട്. പക്ഷെ പിറ്റേത് അതങ്ങോട്ട് റെഡിയായി. പിന്നെ എനിക്ക് വേറൊരു കാര്യം വെച്ചാൽ ഈ മമ്മൂക്ക അവിടുന്ന് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അടുത്തൊരു പടം കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ കണ്ടപ്പം അങ്ങനെ തിരിച്ചിട്ട് ജയരാജ് എത്ര കാലമല്ല കണ്ടിട്ടെന്ന കാരണമല്ലേ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വരെ ഇത്രയും നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ്. അതേമാതിരി തന്നെ നമ്മുടെ നരേന്ദ്രപ്രസാദാണ് അതിൻ്റെ അകത്ത്. നമുക്ക് നരേന്ദ്രപ്രസാദിന് വേണ്ടിയിട്ടാണ് ഞാൻ കള്ളസാക്ഷി പറയുന്നത്. അതും ഇതേമാതിരി തന്നെ ഒരിക്കൽ നമ്മളെ എറണാകുളമുള്ള ലെൻസ്മാൻ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ട് പെട്ടെന്ന് മറ്റേ നരേന്ദ്രപ്രസാദിനെ കണ്ടപ്പോൾ അപ്പോൾ അങ്ങേര് പറഞ്ഞു ഞാൻ ഇന്നലെയും കൂടി ആ പടം കണ്ടിട്ടുള്ളൂ, നന്നായി ഉണ്ടായിരുന്നിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളിങ്ങനെ ഓർക്കുന്നുണ്ട്. നമുക്കത് നമ്മൾ അഭിനയിച്ചതിൻ്റെ സാബല്യമായും തോന്നുന്നു.